തേഴ്സ്ഡേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഒന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഡെയിലി വ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ 6:45. ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ അതിൻ്റെ വർക്ക് തുടങ്ങും. പിന്നെ അതിന് ശേഷം വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചെയർ കറക്റ്റില്ല, മാറ്റിൽ കറക്റ്റായിട്ട് ഫിക്സ് ആവുന്നില്ല. സോ അതാണ് ഞാൻ കിടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം ഒന്നിരുന്നിട്ട് പിന്നെ ഇന്ന് നല്ല കാലാവസ്ഥ കേട്ടോ. ഇച്ചിരി തണുപ്പുണ്ട്, ചൂടില്ല. ജൂലൈ 2-ാം തീയതിയാണ്, വ്യാഴാഴ്ച. പിന്നെന്താ, ഒരു 10-15 മിനിറ്റിനുള്ളിൽ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എങ്ങനെ ഇരിക്കും എന്നറിയില്ല. പിന്നെ അതിന് ശേഷമായിരിക്കും ബാക്കി കാണാം. ചാറ്റ് മെസ്സേജിൽ ഗുഡ് മോർണിംഗ് ന്യൂസൊക്കെ വന്നു തുടങ്ങി. ഇങ്ങനെ മൂടി കെട്ടിയിരിക്കുവാണ്. ഇന്ന് ഏതെങ്കിലും ക്ലൗഡിയാണ് കേട്ടോ കാലാവസ്ഥ. ഉച്ചയായി 11 o'clock. ഉള്ളിൽ നല്ല രസം. അവിടെ നല്ല ചൂടുമില്ല തണുപ്പുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ഇന്നത്തെ കാലാവസ്ഥ നല്ല സൂപ്പറാണ് കേട്ടോ. ചൂടുമില്ല തണുപ്പുമില്ല, നല്ലൊരു സുഖമുണ്ട് ഇരിക്കാനായിട്ട്. ഒരു ടീഷർട്ട് മതി നമുക്ക്. അങ്ങനെ വൈകിട്ടായി, എല്ലാം തീർന്നു ഇന്നത്തെ വർക്ക്. ഞാനും എനിക്ക് എൻ്റെ സീറ്റിൽ നിന്ന് ഒത്തിരി ടയർഡായിട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു ഒരു ചെറിയൊരു ജാക്കറ്റ് ഇങ്ങനെ ഇട്ട് വയ്ക്കാം, ഇത് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് മുമ്പ് ഈ ടേബിൾസ് എല്ലാം ഒന്ന് താഴ്ത്തിയിട്ട് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കിച്ചണിൽ പോയി അടുത്ത വർക്ക് ചെയ്യണം. എന്തിനാ? ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വൈകുന്നേരത്തെ വീട്ടിലെ വർക്ക്. അങ്ങനെ ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞാൽ നാളെ വെള്ളിയാഴ്ച. ഇന്നൊരു ദിവസം കഴിഞ്ഞു കേട്ടോ, വർക്കിൻ്റെ കഴിഞ്ഞു. വെള്ളിയാഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെന്താ, ഒരു മിനിറ്റ്, വെള്ളിയാഴ്ച കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ വീക്കെൻഡ്. ഇന്നലെ ഞങ്ങൾക്ക് അവധിയായിരുന്നു. ഞങ്ങൾക്ക് കാനഡ ഡേ ആയിരുന്നു. പക്ഷെ എത്ര അവധി കിട്ടിയാലും ഇല്ല, തികയുന്നില്ല. എന്ത് ചെയ്യാനാ? എനിക്ക് ഇനിയും വേണം അവധികൾ, ഇങ്ങനെ വേണം. ശമ്പളം വേണം, പൈസ വേണം, പറയാൻ വേണ്ടിയിട്ടൊരു ജോലിയും വേണം. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്ത് നടക്കാൻ വേണം. ഇതൊക്കെ ഞാൻ ഈ ഇടക്കാലത്ത് ഇങ്ങനെ ഈ ഒരു ഭയങ്കര ലേസി ആയിട്ട് മറന്നു എന്നൊരു ഡൗട്ട്. പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം കിട്ടിയാൽ സൺഡേ മാത്രമേ എനിക്ക് കിട്ടുന്നത്. നാട്ടിലേക്ക് വർക്ക് ചെയ്തിരുന്നപ്പോഴത്തേക്ക് പയർ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു മൂഷാട്ടോ, ഒരു മനസ്സിനൊരു എന്താ പറയുന്നത്, ലൈക്ക് വർക്ക് ചെയ്യണം എന്നുള്ളൊരു, അങ്ങനെ ചെയ്യാൻ, ഇതൊരു ബർഡനായിട്ട് അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായിട്ടില്ല ഇത്രയും കാലം വരെ. പക്ഷേ ഈ റീസെൻറ്റ് പാസ്റ്റ് ഇതെല്ലാം എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു അസുഖമാണോ, ഇതൊരു ലൈക്കണോ മെൻ്റലി ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നതാണോ ഏജ് കയറും തോറും അറിയത്തില്ല. ഭയങ്കരമായിട്ട് ടയർഡാവുന്നു, എക്സോസ്റ്റ് ആവുന്നു. ആ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കിനും കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ലൈക്കണോ എൻ്റെ എനർജി മൊത്തം ആരാണ്ടിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന പോലെ അങ്ങ് തോന്നും. അപ്പം ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ഇന്ന് എന്തുണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം ഫുഡ്. അപ്പം 2 ചിക്കൻ പീസിൻ്റെ തൈ പീസില്ലേ, വലിയൊരു അത് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പ്ലസ് റൈസ് വെച്ചിട്ട്, റൈസ് ആകുമ്പോൾ പെട്ടെന്ന് തീരും വർക്ക്, അതൊക്കെ ചെയ്യും. ഇന്നതാണ് എൻ്റെ മെയിൻ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഉച്ചയ്ക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചിക്കന്. കാണുന്നുണ്ടോ? അത് ചെയ്യാൻ പോവാം. അപ്പം അരിയൊക്കെ കഴുകി വെച്ചിട്ട് വരാം. അപ്പം റൊട്ടീൻ വർക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ലൈക്ക് ഡെയിലി വ്ളോഗ്സിൽ വരുന്ന കാണിക്കുന്ന റൊട്ടീൻ കാര്യങ്ങൾ സെയിം ഡിറ്റോ ഇത് തന്നെ ആയിരിക്കും. രാവിലെ എനിക്കൊന്നും ഞാൻ കാണിക്കത്തില്ല. എല്ലാം റെഡി ആയതിനു ശേഷം സീറ്റിന് മുമ്പിലിരിക്കുന്ന ഒരു 10-15 മിനിറ്റിന് മുമ്പായിരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇത് തുടങ്ങാൻ പോകുന്നു, അന്ന് ചെയ്യണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചിട്ട് പറയാൻ വരുന്നത്. ഈ അരി കഴുകുന്നതും ഈ പാത്രം കഴുകുന്നതും ആ ചോറും കഞ്ഞിയും കറിയും വയ്ക്കുന്നതും ഇതൊക്കെ എനിക്ക് കാണിക്കാനുള്ളൂ.
പലരുടെയും ഡെയിലി വ്ളോഗ്സ് എടുക്കുകയാണെങ്കിൽ സെയിം പ്രൊസീജിയർ. അവനവൻ്റെ വീട്ടിൽ എന്താ നടക്കുന്നത് അതായിരിക്കും നമ്മളെല്ലാം കാണുന്നത്. ഇത് ബോറാവില്ലേ എന്ന് തോന്നും. എല്ലാവരുടെ ലൈഫ് ഇതുപോലെ തന്നെ ബോറാ. പക്ഷേ ഈ ഒരു വർക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ചെയ്തുകൊണ്ട് പോകും, എത്രയൊക്കെ ബോറാണെങ്കിലും. കാനഡ ഡേ പ്രമാണിച്ച് ഒരു ദിവസം ഇന്നലെ അവധിയായിരുന്നു. ഇന്ന് വർക്കുണ്ടായിരുന്നു. ഇനി നാളെ ഒരു ഫ്രൈഡേ കഴിയുമ്പോഴത്തേക്ക് സാറ്റർഡേ സൺഡേ. US അവരുടെ ഡേ എന്ന് പറയുന്നത് ജൂലൈ 4 അവരുടെ ഡേ. നമുക്ക് ഇന്നലെ ആയിരുന്നു. അപ്പം ഞാനിനി ഇങ്ങോട്ട് വരുവാണ്, അരി ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ ഈ സൈഡിലേക്ക് വന്ന കേട്ടോ. ഇനിയിപ്പം ഉള്ളി പാത്രം ഒന്ന് ചൂടാക്കാൻ വെക്കുവാണ്. വെളിച്ചെണ്ണ ഇച്ചിരി തണുത്ത് ഉറഞ്ഞിരിക്കും, തണുപ്പുണ്ട്. അതവിടെ കിടന്ന് ഉരുകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ എനിക്ക് ഇത് കിട്ടിയ കേട്ടോ, കശ്മീരി ചില്ലി പൗഡർ, എരിവ് കുറഞ്ഞത്. അപ്പം അത് ഞാൻ ഈ ചെറിയ ഡബയിലേക്ക് ഇട്ട് വെച്ചിരിക്കണം, മറ്റേ ഡബയിൽ നിന്നും എടുക്കുന്നില്ല. ആ ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നില്ലേ തെരിയായിട്ടുള്ളത്, ആ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു. നോക്കാം ഇന്ന് ഇതിൻ്റെ എരിവ് എത്രയാണെന്ന് നോക്കണം. എന്നിട്ട് അതിന് ശേഷം ലൈക്ക് എരിവ് കുറവാണെങ്കിൽ ഈ പാക്കറ്റ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ചിലായിരുന്നു. വൈറ്റ് ഓണിയനാണ് എടുക്കുന്നത്, മറ്റേ റെഡ് അല്ല. എണ്ണ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഇച്ചിരി വെള്ളമില്ലാണ്ട് അറിയാണ്ട് വീണാലോ പൊട്ടിത്തെറിക്കും. പിന്നെ നമ്മുടെ റൊട്ടീൻ ലൈഫിൽ ഞാൻ ഉണ്ടാക്കുന്ന കറികളൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇതിനേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കറികൾക്ക് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു കറി അത്രേ ഉള്ളൂ ഫുഡ് കഴിക്കാനായിട്ട്. അന്നേരത്തെ വിശപ്പിന് ഇടക്കാലത്ത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ലൈക്ക് റിയലി നല്ല ടേസ്റ്റ് കിട്ടുമായിരുന്നു. ഇപ്പം എന്ത് ചെയ്താലും ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. അത് എന്തെന്നറിയോ, മനസ്സ് ശരിയാവണം. ഞാൻ ആലോചിക്കുന്നതും എൻ്റെ ചിന്തകളും എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും എല്ലാം പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. എണ്ണ ഭയങ്കരമായിട്ട് ചൂടായി, ഉള്ളിയും ഇട്ടില്ല. അത് ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചു അധികം ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇല്ലെങ്കിൽ എണ്ണ കയറി ഭയങ്കരമായിട്ട് ചൂടായി പോകും. ഇന്ന് സാധാരണ തട്ടിക്കൂട്ട് ചിക്കൻ കറി സാധനങ്ങളൊക്കെ തന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇതെല്ലാം വഴറ്റുക. എന്നിട്ട് കുറേ പൊടികളോ അല്ലെങ്കിൽ ചിക്കനും കൂടി അങ്ങോട്ട് ഇടുക. മാരിനേറ്റ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല, ആ പച്ച ചിക്കൻ അങ്ങനെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ആയതിനു ശേഷം പൊടികൾ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കും. എന്നിട്ട് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം നീട്ടിയെടുക്കാം. ഓക്കെ, ഉള്ളി ഒന്നാവട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്നൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വെള്ളം ഒന്ന് റിലീസ് ചെയ്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ തക്കാളി ഇടാം. പിന്നെ ചിക്കന് ബാക്കി പൊടികളൊക്കെ ആ സൈഡിൽ കിടപ്പുണ്ട്. ഉള്ളി ഏതാണ്ട് ആയപ്പോഴത്തേക്ക് ഞാൻ ചിക്കനും തക്കാളിയും കൂടി ഇട്ട് വഴറ്റി കൊടുത്തു. ഇനിയിപ്പം പൊടികൾ ചേർക്കുവാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം, അതിന് മുമ്പ്
പാകിസ്ഥാൻ്റെ കടായി ചിക്കൻ ഒരു ടി വിയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ടി വിയുടെ ഒരു പ്രോഗ്രാമിൽ. അതിൽ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ലൈക്ക് യുനോ ബട്ടർ ഇല്ല, ബട്ടറിൽ ചിക്കൻ ഇങ്ങനെ വയറ്റും. അതിൻ്റെ കൂട്ടത്തിൽ കുറേ തക്കാളി, ഫുൾ തക്കാളി അങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിനെയും കൂടി ഇട്ട് വയറ്റും, ഉപ്പ് ഇട്ടിട്ട്. എന്നിട്ട് ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് തക്കാളിയുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കും. പിന്നെ ഇത് മാത്രം രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വേറെ ഒന്നും ഇടുന്ന കണ്ടില്ല. ഒരു സ്പൈസസോ എരിവോ പച്ചമുളകോ ഒന്നുമില്ല. ഇതെല്ലാം മറ്റേ റോട്ടി ഇല്ലേ, ലൈക്ക് നാൻ ടൈപ്പ് റോട്ടീസ്, അതിൻ്റെ കൂടുതൽ ബട്ടൺ തേച്ചിട്ട് ഇതൊരു കടായി ചിക്കൻ മാറ്റി ആ കടായി അസൈറ്റസ് അങ്ങനെ കൊടുക്കും. ഡാബയിലൊക്കെ ഉള്ളത്, ഡാബയാണെന്ന് തോന്നുന്നു. അല്ല, കടായി ചിക്കൻ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. കടായി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിൻ്റെത്. ഞാൻ ഈ പറയുന്നത് ഞാനത് വേറൊരു എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടോ ഞാൻ കുറേ നോക്കി, കിട്ടിയതേ ഇല്ല. പക്ഷെ അതുപോലെ ഉണ്ടാക്കിയല്ലേ ചിലപ്പോൾ നമുക്ക് ശരിയാവത്തില്ല. അതുകൊണ്ട് ഇതൊരു അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കഴുകിയിട്ട് വരാം, അല്ലെങ്കിൽ തൈ ഇരിക്കുന്ന വെള്ളം തന്നെ എടുക്കാം. ഓക്കെ, ഇത് അവസാനം ഇതിലേക്ക് യൂസ് ചെയ്യാം. ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും ഡിമാൻഡ് ഉണ്ടാവില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ കഴിക്കാനിരിക്കുന്നതല്ലേ. കടായി ചിക്കൻ കുറേ കുഞ്ഞു കുഞ്ഞു കടായിസ്, മറ്റേ അയൺ ഓക്ക് ഇല്ലേ, അതിലിങ്ങനെ വെച്ചിട്ട് എല്ലാത്തിലും ഇതേ സെയിം പ്രൊസീജിയർ. ചിക്കൻ എങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ മട്ടൺ എങ്കിൽ മട്ടൺ. വേറെ എക്സ്ട്രാ സ്പൈസസ് ഉണ്ടോ ഒന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് ഇത് മാത്രം ഇട്ട് ഇങ്ങനെ ചെയ്യും, ഹൈ ഫ്ലെയിമിൽ. ഇരുന്ന് ചെയ്യുന്നവർ സമ്മതിക്കണം, അത്രയും ചൂടില്ല അവർ. ഓക്കെ, ഇനി എന്താ, തീ ഒന്ന് ചെറുതാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, മല്ലിപ്പൊടി. ഇന്ന് ക്വാണ്ടിറ്റി ഇച്ചിരി ഉണ്ട് കേട്ടോ ചിക്കനിന്, അപ്പം 3 സ്പൂൺ ഇടുന്നുണ്ട്. അപ്പം ആ സ്പൂൺ കൊണ്ട് തന്നെ ഞാനത് ഈ മുളക് പൊടിയും കൂടി എടുക്കുവാണ്. 3 സ്പൂണ്. നല്ല കളറ്, കശ്മീരി ചില്ലി. നല്ല നമുക്ക് ചുവച്ചുവാ ഉള്ള ചിക്കൻ കറി കിട്ടും. ചുവച്ചുവാ ഉള്ള മീൻ കറി അത് പറയത്തില്ല, മുളകിട്ടത്. അതുപോലെ ചിക്കൻ മുളകിട്ടതായി തോന്നും. ഓക്കെ, സോ നമ്മുടെ എൻ്റെ ഗരം മസാല, ഞാൻ എൻ്റെ കയ്യിലുള്ള സ്പൈസസ്, ഹോൾ സ്പൈസസ് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൽ ഒരു സ്പൂൺ അടുപ്പിച്ചിട്ട് 3/4 സ്പൂണുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മായി, മാമൻ്റെ വൈഫ്, അല്ലെങ്കിൽ അച്ഛന് കുറേ അനിയന്മാരുണ്ട്, അവരുടെയൊക്കെ വൈഫ്, പിന്നമ്മ എന്നാണ് പറയുന്നത്, ചെറിയമ്മമാർ. ഇവരൊക്കെ ഉണ്ടാക്കുന്ന ആ കറികളില്ലേ, എങ്ങനെയാണെന്നും അറിയില്ല, പക്ഷെ ആ ടേസ്റ്റൊക്കെ ഇങ്ങനെ മനസ്സിനകത്ത് കിടപ്പുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല സ്പൈസസ് ഒക്കെ ഇടും. അത് ഉണക്കക്കൊപ്ര, പോപ്പി സീഡ്സ്, കസ്കസ് എന്ന് പറയത്തില്ല, അത് ജീരകം, എന്താ ജീരകം, അത് ഷാജീര എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജീരകം. ഇതൊക്കെ ആ സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ആ ഗ്രേവി ഇതിലേക്ക് ഇടും. തേങ്ങയുടെ ഒരു ഇത് പറ്റുമെങ്കിൽ അതിൽ കാഷ്യൂ ഒക്കെ ഉണ്ടാവും. കാഷ്യൂ ഉണ്ടെങ്കിൽ അത് ഭയങ്കര റിച്ച് ആയിട്ടിരിക്കും, ക്രീമി തിക്കായിട്ട് കിട്ടും. അതില്ലാന്നുണ്ടെങ്കിൽ ഇത് മാത്രം വെച്ചിട്ട് ആ കൊപ്രയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പച്ചത്തേങ്ങ അധികം കിട്ടത്തില്ല. ആന്ധ്ര സ്റ്റൈലിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ അധികം ഈ ഉണക്ക കൊപ്രകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ കറികൾക്കൊക്കെ എന്താ ടേസ്റ്റ് എന്നറിയാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ യൂട്യൂബ് കാണുമ്പോഴത്തേക്ക് ആന്ധ്ര കറികളൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അവരിടുന്ന സ്പൈസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് അതുപോലെ ഒരു ദിവസം ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറച്ചെടുത്തിട്ട് പേരിന് എരിവ് കുറവാണ് കേട്ടോ, മറ്റു മാതിരി ഭയങ്കര ഒരു ഫീല് കിട്ടുന്നില്ല. ഞാനപ്പം ഇത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ച മിക്സിയിൽ ആ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ്റെ കുറച്ച് വെള്ളം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴുകി എടുക്കുവാണ്.
ചിക്കനും മുളക് ഇട്ടത് മാത്രമുണ്ട്. മുളക് പൊടിയുടെ കളറാണ്. മല്ലിയും പുതിനയും ഒന്നുമില്ല. അതില്ലാത്ത സ്ഥിതിക്ക് കരുവേപ്പില ഉണ്ട് ഫ്രഷായിട്ട്. ഉപ്പിച്ചിരി കുറവ്, അതിടും. ചിക്കൻ കറി സൂപ്പറായിട്ടുണ്ട്. എന്താ കളറെന്ന് നോക്കി. നല്ല തിക്ക് ഗ്രേവിയാണ്. ഇത് കുറച്ച് നേരം ചെറിയ തീയിലായിരിക്കുന്നത്. കുറച്ച് നേരം ഒന്നായതിനു ശേഷം പിന്നെ വെള്ളം വേണോ വേണ്ടേ എന്നുള്ളത് നോക്കിയിട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. റൈസ് ഏതായാലും റെഡിയായി കഴിഞ്ഞു. ഇനി കഴിക്കേണ്ട താമസമേ ഉള്ളൂ ഇതായതിനു ശേഷം. അങ്ങനെ ചിക്കൻ കറി എന്തായെന്ന് നമുക്ക് നോക്കാം. തിളച്ച് മറിയുന്നുണ്ട്. ആദ്യം അടപ്പ് തുറക്കുന്ന മുമ്പേ ഒരു ടവൽ ഇവിടെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം അത്രയും അവിടെ വീഴും. ഞാൻ ഇച്ചിരി പൊടിഞ്ഞ കരുവേപ്പില ഉണ്ടായിരുന്നു കേട്ടോ, ഉണക്ക കരുവേപ്പില, അതും കൂടി എടുത്തിട്ടിട്ടുണ്ട്. ഏതാണ്ട് റെഡിയായി. ഇനി ഇതൊന്ന് ഉപ്പും മുളകും എരിവും ഉപ്പും എരിവും മസാല എല്ലാം പിടിച്ചോ എന്നൊക്കെ നോക്കണം. എത്ര ടേസ്റ്റില്ലാന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ചെയ്തതാണെങ്കിലും വലിയ എമ്മി ടേസ്റ്റ്. എനിക്കിന്ന് ഉപ്പ് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചോറ് കഴിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്കിപ്പം ഒരു കല്ലും കൂടി കയറും. അപ്പം ഇനി ഞാൻ ലേറ്റാക്കാണ്ട് ഈ ചൂടോടെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഞം അടിക്കാൻ പോവാം. പ്ലേറ്റ് എടുക്കട്ടെ. എനിക്ക് ആവശ്യമുള്ള പീസസ് കുറച്ച് ആവശ്യത്തിനുള്ള ചോറ് എടുത്തിട്ടുണ്ട്. എല്ല് നോക്കിയാണ് ഞാൻ എടുക്കുന്നത്. എല്ല്, കഴുത്തിൻ്റെ ഈ ഭാഗം, ചിക്കൻ്റെ അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ആ ഗിസാർഡ് എന്ന് പറഞ്ഞൊരു സാധനമല്ലേ, അത് ലിവർ ഇഷ്ടമല്ല, കറുത്ത സാധനം. അത് ഏതിൻ്റെ ഒരു ലിവർ ഫ്രൈ വരണം കഴിച്ചായിരുന്നു. എന്ത് ഇപ്പം എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ അതെന്തോ എന്നോട് വലിയ താല്പര്യമില്ല. സോ കുറച്ച് ചാറ്. ഇന്ന് ചാറിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പുതിയ മുളക് പൊടിയാണ്, അതാ എരിവ് അങ്ങനെ ഫീൽ ചെയ്തില്ല. കശ്മീരി ചില്ലി പൗഡർ, പിന്നെ അതിൻ്റെ റെഗുലർ സ്പൈസസ്, അതല്ലാണ്ട് കറിവേപ്പില. ടേസ്റ്റിംഗ് ടൈം. ഇന്നത്തെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ? ഉപ്പ് വേണോ? ഞാനും നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ, ഉപ്പിൻ്റെ ലേശം കുറവുണ്ട്. അപ്പോൾ അതന്വേഷിച്ച് ഒരാൾ വന്നതാണ് ഇച്ചിരി ഉപ്പ് വേണമെന്ന്. അപ്പം ഞാനും കൂടി ഇടുക, എനിക്കും തോന്നിയായിരുന്നു. പക്ഷെ കറിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ചുമ്മാ പൊടികളൊക്കെ ചേർത്തിട്ടാലും എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ഈ സ്പൈസസ് എല്ലാം കൂടി അതിലോട്ട് വരുന്നുണ്ടല്ലോ. ചിക്കൻ കറി എമ്മിയായിട്ടുണ്ട്. ആഹാ, നല്ല ചൂട്, നല്ല ചിക്കനും ഈ സ്പൈസസ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് തന്നെ
എല്ലാം കൊണ്ട് പിടിച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് മസാല വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം, ഗ്രേവി ഇല്ലാണ്ട് ചെറിയ തേയിലിട്ടിട്ട്. അത് പൊറോട്ടയ്ക്ക് പിന്നെ ചപ്പാത്തിക്ക് എമ്മി ടേസ്റ്റാണ്. കുറച്ച് ചാറോട് കൂടി എടുക്കുകയാണെങ്കിൽ ചോറിനേക്കാളും ബെസ്റ്റ് എന്ന് പറയുന്നത് ദോശയല്ല, ദോശ ഇഡ്ഡലി ചിക്കൻ കറി വെച്ച് കഴിക്കുന്നത് എമ്മി. പറയാനിനി ഒന്നുമില്ല കേട്ടോ, ശരിക്കും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിനി അവിടെ ചെന്ന് കാണുവാണ്, ഫുട്ബോളും ഇതുണ്ടല്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കളിയും കണ്ട് ഈ ഫുഡും കഴിച്ചിട്ട് ഇന്നത്തെ ഞാൻ എൻ്റെ ഇവിടുത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഡെയിലി വ്ളോഗ് ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ, എന്നും ഇത് തന്നെ ആയിരിക്കും. വ്യത്യാസങ്ങളൊന്നും വലിയ ഇതായിട്ട് കാണത്തില്ല. രാവിലെ എനിക്ക് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വർക്ക് ചെയ്തിട്ട് വൈകുന്നേരത്തെ ഇത് ഫ്രീ ആയതിനു ശേഷമാണ്, വർക്കിന് ഫ്രീ ആയിട്ടാണ് ഈ കിച്ചണിൽ എൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓരോന്നും പ്രസൻറ്റ് ചെയ്യുന്നത്. എൻ്റെ കത്തി ബ്ലാ ബ്ലാ ബ്ലാ. അപ്പോൾ ബൈ.